ഇത് ഗബ്ബറിന്റെയും മിക്കിയുടെയും കഥയാണ്. രണ്ടുപേരും നർമ്മദാ നദീതീരത്ത് വലിയൊരു കാട്ടിലാണ് ജീവിച്ചിരുന്നത്. രണ്ടുപേരും തമ്മിൽ വളരെ നല്ല സൗഹൃദത്തിലായിരുന്നു. ഈ കാര്യത്തെക്കുറിച്ച് കാട്ടിൽ മുഴുവനും അറിയാം. ശരി, അപ്പോ അവരെ രണ്ടുപേരെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇവനാണ് ഗബ്ബർ, ഈ കാട്ടിലെ ഏറ്റവും ക്രൂരനായ സിംഹം. പിന്നെ ഇതാണ് ഗബ്ബറിന്റെ ഒറ്റ സുഹൃത്തായ മിക്കി. ഇവര് രണ്ടുപേരും എങ്ങനെ സുഹൃത്തുക്കളായ എന്നത് രസമുള്ള കഥയാണ്. വരൂ, ഇനി ഞാൻ നിങ്ങൾക്ക് ഗബ്ബറിന്റെയും മിക്കിയുടെയും കഥ പറഞ്ഞു തരാം. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണിത് സംഭവിച്ചത്. വേട്ടയാടുന്ന കുറെ ആളുകൾ വേട്ടയാടാനായി കാട്ടിലേക്ക് വന്നു. ഇന്നെന്തായാലും വെറും കൈയോടെ നമ്മൾ തിരികെ പോകാൻ പാടില്ല. അതേടാ, നീ പറയുന്നത് ശരിയാ. വലിയ വേട്ട എന്നാൽ പണവും അതുപോലെ കിട്ടുമല്ലോ. ശരി ശരി, സംസാരം നിർത്തിയിട്ട് ജോലി തുടങ്ങിക്കോളൂ. ശരി മുതലാളി. വേട്ടക്കാർ 3 പേരും പല കെണികൾ വെച്ച ശേഷം അവിടെ നിന്നും മാറി നിന്നു. വീണ്ടും അവർ മറ്റൊരിടത്ത് കെണി വെക്കാനായി കാടിനുള്ളിലേക്ക് പോയി. ഇവിടെയുള്ള മൃഗങ്ങളെല്ലാം ഇന്ന് തീർച്ചയായും കുടുങ്ങിയിരിക്കും. കാരണം ഇന്ന് വേട്ടയാടാൻ വന്നിരിക്കുന്നത് പക്കിയ അണ്ണനാണ്. അണ്ണൻ പൊളിയാണ്. വലിയ മിടുക്കെന്നും പറയണ്ട, ജോലി ചെയ്യാൻ നോക്ക്. എന്തായാലും നീ പറഞ്ഞതൊക്കെ ശരിയായിരിക്കും. ശരി, മറ്റൊരിടത്തും കൂടി കെണി വെക്കാം. ഗബ്ബർ തന്റെ അച്ഛനും അമ്മയോടൊപ്പം കാട്ടിലൂടെ നടക്കുകയായിരുന്നു. ഇതാണ് ഗബ്ബർ. പിന്നെ അവരുടെ അച്ഛനും അമ്മയും ആരാണെന്നോ? ഷേറയും മിനിയും. ഗബ്ബർ ഇപ്പോൾ ചെറിയൊരു കുട്ടിയാണ്. അതുകൊണ്ട് അവൻ അച്ഛനും അമ്മയോടൊപ്പമാണ് ജീവിക്കുന്നത്. വേഗത്തിൽ ഓടി വന്നതുകൊണ്ട് ഗബ്ബർ താഴെ വീണു. നോക്കി നടക്ക്, സൂക്ഷിച്ചു തന്നെ നടക്കണം. ബുദ്ധിശാലിയാണ് സിംഹമെങ്കിലും വളരെ കരുതൽ വേണം നിനക്ക്. ശരി അച്ഛാ. നമ്മുടെ കാടിനെ ചുറ്റി 4 വശത്തു നിന്നും എപ്പോഴും വേട്ടക്കാർ വന്നുകൊണ്ടിരിക്കും. ഓരോ കാൽവെപ്പിലും ഇവിടെ അപകടം പതിയിരിക്കുന്നു. അതുകൊണ്ട് എപ്പോഴും ജാഗ്രതയോടെ ഇരിക്കേണ്ടത് അത്യാവശ്യമാണ്. മുന്നോട്ട് ചെന്നപ്പോൾ ഗബ്ബറും അവന്റെ അച്ഛനും അമ്മയും വേട്ടക്കാർ വെച്ചിരുന്ന കെണിയിൽ പെട്ടുപോയി. അങ്ങനെ 3 പേരും ഓരോരോ കെണിയിലായി പെട്ടുപോയി. അതെ, എന്നെ തുറന്നു വിടൂ വേട്ടക്കാരെ, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലുന്നതാണ്. രക്ഷിക്കൂ, ആരെങ്കിലും രക്ഷിക്കൂ, ഞങ്ങളെ ആരെങ്കിലും ഇവിടുന്ന് രക്ഷിക്കൂ. നോക്കൂ ഗബ്ബർ, ധൈര്യമായിരിക്കൂ. ഞാൻ അല്പസമയത്തിനുള്ളിൽ നിന്നെ പുറത്തെടുക്കും. അപ്പോഴാണ് മിക്കി മാളത്തിൽ നിന്ന് പുറത്തു വന്നത്. ഇവനാണ് മിക്കി. ഗബ്ബറിന്റെയും കുടുംബത്തിന്റെയും കരച്ചിൽ കേട്ട് അവരെ സഹായിക്കണമെന്ന് അവന്റെ മനസ്സ് പറഞ്ഞു. എന്നാൽ അവന് ചെറിയൊരു പേടിയുണ്ട്. പാവം, വലയിൽ കുടുങ്ങിപ്പോയി. ഇവരെ രക്ഷിക്കണമെന്നുണ്ട്, പക്ഷെ ഞാനത് എങ്ങനെ ചെയ്യും? വേഗം എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. മിക്കി ഗബ്ബർ കുടുങ്ങിയിരുന്ന വലയ്ക്കുള്ളിൽ പതിയെ കയറി. നീ എന്താ ഇവിടെ ചെയ്യുന്നത്? സഹായിക്കാൻ, വേറെന്താ? എന്താ നിങ്ങൾക്ക് സഹായം വേണ്ടേ? ഈ സർക്കസുകാരുടെ വലയിൽ വീണിട്ട് അവിടെ പോയി ജോലി ചെയ്ത് ജീവിക്കാൻ ഇഷ്ടമാണോ? വേണ്ട വേണ്ട, എനിക്ക് സർക്കസിലൊന്നും പോയി ജോലി ചെയ്യാൻ വയ്യ. എന്നെ ഒന്ന് രക്ഷിക്ക്, എനിക്കിവിടെ ജീവിച്ചാ മതി. ഗബ്ബറിന്റെയും അവന്റെ കുടുംബത്തിന്റെയും കരച്ചിൽ കേട്ട് വേട്ടക്കാർക്ക് ഒരു കാര്യം മനസ്സിലായി. അവർ വെച്ചിരുന്ന ആ കെണികളിൽ സിംഹങ്ങൾ കുടുങ്ങിയെന്ന്. നിങ്ങളത് കേട്ടോ? നമ്മുടെ വലയിൽ സിംഹം കുടുങ്ങിയെന്ന് തോന്നുന്നു. അതെ, ശരിയാ. ഈ ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് 3 അല്ല 4 സിംഹങ്ങൾ വലയിൽ പെട്ടു എന്നാണ്. വേട്ടക്കാർ സിംഹങ്ങൾ കുടുങ്ങിയ വലയ്ക്കടുത്തേക്ക് വേഗം ചെന്നു. മറുവശത്ത് മിക്കി തന്റെ പല്ലുകൊണ്ട് ഗബ്ബർ കുടുങ്ങിയ വല കടിച്ചു മുറിക്കുകയായിരുന്നു. കുടുങ്ങിയ സിംഹങ്ങളെ കണ്ട അവർ, അടിപൊളി മുതലാളി, 1 അല്ല 2 അല്ല 3 എണ്ണമാ കിട്ടിയിരിക്കുന്നത്. അതേടാ, സിംഹത്തിന്റെ കുടുംബം മുഴുവൻ ഇവിടെ ഉണ്ടല്ലോ. ശരിയാണ് പറഞ്ഞത്. അതെ, അങ്ങോട്ട് നോക്കിയേ, ആ എലി വലയെ കടിച്ചു മുറിക്കുകയാണ്. വേഗത്തിൽ പോയി അതിനെ പിടിക്ക്. ആ കുട്ടി രക്ഷപ്പെടാതെ നോക്കണം. വേഗത്തിൽ പോയി പിടിക്ക്. അങ്ങനെ വേട്ടക്കാരൻ എലിയെ ഭയപ്പെടുത്താൻ നോക്കി. എന്നാൽ അപ്പോഴേക്കും ഗബ്ബറിന്റെ വല കടിച്ചു മുറിച്ചിരുന്നു. ഗബ്ബറും മിക്കിയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. രണ്ടുപേരും ഓടി ഒരു ഗുഹയ്ക്കുള്ളിൽ മറഞ്ഞിരുന്നു.
അതേസമയം വേട്ടക്കാരിവിടെ ഷേറയും മിനിയെയും മയക്കിയതിനു ശേഷം വണ്ടിയിലേക്ക് കയറ്റി ടൗണിലേക്ക് കൊണ്ടുപോയി. എന്നെ സഹായിച്ചതിന് ഒരുപാട് നന്ദി. നീ എന്റെ ജീവൻ രക്ഷിച്ചു. അതെ, നിന്നെ എങ്ങനെയോ രക്ഷപ്പെടുത്തി. പക്ഷെ നിന്റെ അച്ഛനും അമ്മയെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. എന്നോട് ക്ഷമിക്കൂ കൂട്ടുകാരാ. അതെ, എന്റെ അമ്മയും അച്ഛനും ഞാൻ എങ്ങനെ മറക്കും? എന്റെ അവസ്ഥ ഇനി എന്താകും? എനിക്ക് ഈ കാടിനുള്ളിൽ ആരെയും അറിയില്ല. ഞാൻ എവിടെ പോയി ജീവിക്കും? ആരുടെ കൂടെ ജീവിക്കും? ഒന്നും അറിയില്ല. ഇവിടെ നോക്കൂ, നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നു? ഞാനുണ്ടല്ലോ. ഈ കാട്ടിലെ എല്ലാ ഇടവും എനിക്കറിയാം. നിനക്ക് ജീവിക്കാൻ ഈ ഗുഹ നല്ലൊരു സ്ഥലമാണ് കൂട്ടുകാരാ. നമുക്ക് രണ്ടുപേർക്ക് ഇനി മുതൽ ഇവിടെ നിൽക്കാം. നീ ഇനി ഒറ്റയ്ക്കല്ല. അതെ അതെ, നീ ശരിക്കും ഒരു ബുദ്ധിശാലിയാണ്. എന്തായാലും നീ കണ്ടോ, ഈ വേട്ടക്കാരന്മാരെയൊന്നും ഞാൻ വെറുതെ വിടില്ല. അതെ അതെ, വിടരുത്. പക്ഷെ അതിനു മുന്നേ അവരെ പിടിക്കണം, എന്നിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കണം. നിന്നെ ഇനി വെറുതെ വിടില്ല വേട്ടക്കാരാ. ഇങ്ങനെയാണ് ഗബ്ബറും മിക്കിയും സുഹൃത്തുക്കളായത്. അങ്ങനെയാണ് രണ്ടുപേരും ഒരിടത്ത് ജീവിക്കാൻ തുടങ്ങിയത്. കാലം കഴിഞ്ഞപ്പോൾ ഗബ്ബർ വലിയ സിംഹമായി. വളർന്നു വലുതായ ഗബ്ബറിനെ കാണുമ്പോൾ എല്ലാ ജീവികളും ഭയന്നു. എന്നാൽ മിക്കി ഈ സാഹചര്യം മുതലെടുക്കുകയായിരുന്നു. ഈ കാരണം കൊണ്ട് കാട്ടിലെ മറ്റു മൃഗങ്ങളെല്ലാം മിക്കിയെ അസൂയയോടെയാണ് നോക്കിയിരുന്നത്. ഈ മിക്കിയെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ മായ. അതെ, നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഗബ്ബർ കൂടെ ഉള്ളപ്പോൾ ഈ മിക്കിക്ക് ഭയങ്കര അഹങ്കാരമാണ്. ഒറ്റയ്ക്കെങ്ങാനും ഒന്ന് കയ്യിൽ കിട്ടിയാ അവന്റെ കഥ കഴിക്കാം. അതെ, ശരിയാണ്. ഗബ്ബറിന് ഇവനുമുള്ള സ്നേഹബന്ധം ഞാൻ മുറിക്കാം. ഇവരെ പിണക്കിയാലേ എനിക്ക് സമാധാനമാകൂ. നല്ല രസമായിരിക്കുമല്ലേ? ദുഷ്ടനായ കുറുക്കൻ മിക്കിയുടെയും ഗബ്ബറിന്റെ സൗഹൃദം തകർക്കാൻ നോക്കി. ഒരു ദിവസം ഗബ്ബർ മിക്കിയെ ഭക്ഷണം കഴിക്കാനായി ക്ഷണിക്കുകയായിരുന്നു. മിക്കി, ഇവിടെ വരൂ, വന്ന് ഈ ആഹാരം കഴിക്കേ. ദുഷ്ടനായ കുറുക്കൻ മിക്കിയെ പോലെ സംസാരിച്ചു. എനിക്ക് ഭക്ഷണം വേണ്ട, നീ തന്നെ കഴിച്ചോളൂ. ഇത് കേട്ടതും ഗബ്ബറിന് ആശ്ചര്യം തോന്നി. അവനൊന്നും മനസ്സിലായില്ല. മിക്കി ഇതിനു മുമ്പ് ഒരിക്കലും എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ലല്ലോ. എന്തുപറ്റി? അവൻ എന്നോട് വല്ല ദേഷ്യവുമുണ്ടോ? അടുത്ത ദിവസം മിക്കിക്ക് കഴിക്കാനായി ഒരു പാക്കറ്റ് ലഭിച്ചു. അടിപൊളി, ഇന്നത്തെ ഭക്ഷണം നല്ലതാണല്ലോ. വയറ് നിറയെ കഴിക്കാം. ഗബ്ബറിനെ കൂടെ കൊണ്ടുവരാം. ഗബ്ബർ, ഗബ്ബർ ഇവിടെ വാ. വന്നിട്ട് കഴിച്ചു നോക്ക്. അടിപൊളി ഭക്ഷണമാണിത്. അത് കേട്ട കുറുക്കൻ ഒളിച്ചിരിക്കുകയായിരുന്നു. ഇപ്രാവശ്യം കുറുക്കൻ തലേ ദിവസത്തെ പോലെ സിംഹത്തിന്റെ ശബ്ദത്തിൽ സംസാരിച്ചു. എനിക്ക് ഭക്ഷണം വേണ്ട, നീ തന്നെ കഴിച്ചോളൂ മണ്ടൻ മിക്കി. ഇത് ഗബ്ബറിന്റെ ശബ്ദമാണല്ലോ. പക്ഷെ അവൻ ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടേ ഇല്ല. അവനോട് നേരിട്ട് തന്നെ പോയി ചോദിക്കാം. മിക്കി ഗബ്ബർ ഇരുന്ന ഗുഹയ്ക്കുള്ളിലേക്ക് പോയി. എന്തു പറ്റി? എന്തിനാ നീ എന്നോട് ദേഷ്യപ്പെട്ടെ? നീ എന്താ കഴിക്കാൻ വരാത്തെ? എന്ത്? നീ എന്താണ് ഈ പറയുന്നത്? പറ, നിനക്ക് എന്താ ഇത്ര ദേഷ്യം? ഞാൻ നിന്നെ കഴിക്കാൻ വേണ്ടിയല്ലേ വിളിച്ചത്. അതിന് നീ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഓഹോ, ഇപ്പൊ കുറ്റം മുഴുവൻ എന്റെ മേലെയായോ? അതെന്താ? രണ്ടുപേരും പരസ്പരം സംസാരിച്ചപ്പോഴാണ് നടന്നതെന്താണെന്ന് രണ്ടുപേർക്ക് മനസ്സിലായത്. ഏതോ ഒരുവൻ നമ്മൾ തമ്മിലുള്ള ബന്ധത്തെ തകർക്കുവാൻ ശ്രമിക്കുകയാണ്. രണ്ടുപേരും ഇക്കാര്യം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ആരോ പുറത്തുകൂടി നടന്നു പോകുന്ന ശബ്ദം അവർ കേട്ടു. മിക്കി, നീ അത് കേട്ടോ? ഏതോ ഒരാൾ നമ്മൾ സംസാരിക്കുന്നത് ഒളിഞ്ഞു കേൾക്കുന്നുണ്ട്. ശരി, എന്റെ കൂടെ വരൂ. അവൻ ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ദുഷ്ടനായ കുറുക്കൻ അവിടെ നിന്നും ഓടി കുറ്റിച്ചെടികൾക്കുള്ളിൽ ഒളിക്കുന്നത് അവർ കണ്ടു. എടാ, ഇതാ ചീത്ത കുറുക്കനല്ലേ? ഓ, നീയായിരുന്നോ? അപ്പൊ പറയൂ ഗബ്ബർ, നീ ഇവനെ കൊന്നു തിന്നാൻ പോവുകയാണോ അതോ ക്ഷമിക്കാൻ പോവുകയാണോ? ഞാൻ ഇവനെ കൊന്നു തിന്നും. ഇത് കേൾക്ക്, നീ ഒളിച്ചിരിക്കുന്നത് എവിടെയെന്ന് എനിക്കറിയാം. നീ ഇവിടേക്ക് വന്നില്ലെങ്കിൽ ഞാൻ അവിടേക്ക് വന്ന് നിന്നെ കൊന്നു തിന്നും. അതിനുശേഷം നിന്റെ എല്ലും തോലും ഞാൻ വെവ്വേറെ വലിച്ചെറിയും. എന്നോട് ക്ഷമിക്കൂ, ഞാൻ നിങ്ങളോട് വെറുതെ തമാശ കാണിച്ചതാ. ക്ഷമിക്കൂ പ്ലീസ്. മാപ്പോ? ഗബ്ബർ ചേട്ടാ, ഒരു തവണത്തേക്കും ക്ഷമിക്കൂ. ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ ചെയ്യില്ല. ശരി, നിന്നെ ഇനി ഈ പരിസരത്ത് അങ്ങനെ കണ്ടാൽ ഞാൻ നിന്നെ കൊന്നുകളയുന്നതായിരിക്കും.
ഈ പരിസരത്ത് മാത്രമല്ല, ഈ കാട്ടിൽ നിന്ന് തന്നെ ഞാൻ പോവുകയാണ്. എന്നോട് ക്ഷമിക്കൂ. പോ. വളരെ നന്ദി. എന്താടാ, നീ ഇവനെ വെറുതെ വിടുവാണോ? അടിച്ചു കൊല്ലണ്ടേ, എന്നാലല്ലേ ഗുഹയിൽ വരാതിരിക്കൂ. ഇപ്പോൾ ഗബ്ബറിനും മിക്കിക്കും ഇടയിൽ ഒരു പ്രശ്നവുമില്ല. രണ്ടുപേരും കാടിനുള്ളിൽ സന്തോഷമായി ജീവിച്ചു. അതിനുശേഷം സൗഹൃദത്തിൽ ഒരിളക്കവും തട്ടിയില്ല. ഈ കൂട്ടുകാരുടെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായാൽ തീർച്ചയായും പറയണം. ഗബ്ബറിന്റെയും മിക്കിയുടെയും കഥ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലെയുള്ള രസകരമായ കഥകൾ കേൾക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ശരി കൂട്ടുകാരെ, മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. സുന്ദരവനത്തിൽ ഗബ്ബറും മിക്കിയുമായുള്ള സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. എല്ലാവർക്കും അവരുടെ സ്നേഹമായിരുന്നു സംസാര വിഷയം. പക്ഷെ ഇക്കാര്യം ലീന നരിക്ക് ഇഷ്ടമേ ആയിരുന്നില്ല. ആ നരി എപ്പോഴും ഗബ്ബറിന്റെയും മിക്കിയുടെയും സൗഹൃദം ഉലയ്ക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ഗബ്ബറും മിക്കിയും കാട്ടിലൂടെ ഉലാത്തുകയായിരുന്നു. അപ്പോൾ രണ്ട് കുരങ്ങന്മാർ ഒരു പഴത്തിനു വേണ്ടി വഴക്കുണ്ടാക്കുകയായിരുന്നു. ഈ വാഴപ്പഴം എനിക്ക് സ്വന്തമാണ്. ഈ വാഴപ്പഴം എനിക്ക് തന്നെ വേണം. നീയായിരിക്കും ഇതാദ്യം കണ്ടത്, പക്ഷെ ഈ വാഴപ്പഴം എനിക്ക് തന്നെ വേണം. എനിക്കിതങ്ങ് തന്നേക്കൂ. മരത്തിനിടയിൽ ഒളിഞ്ഞിരുന്ന നരി ഈ വഴക്ക് വളരെ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടായിരുന്നു. നരി ചിന്തിച്ചു, ഈ രണ്ട് കുരങ്ങളും മണ്ടന്മാരാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇവന്മാരെ തമ്മിലടിപ്പിച്ച് ഈ വാഴപ്പഴം ഞാൻ തന്നെ സ്വന്തമാക്കും. ഞാൻ തന്നെ ഇത് കഴിക്കും. കുരങ്ങന്മാരുടെ അടുത്തേക്ക് വന്ന നരി പറഞ്ഞു, എന്താ കൂട്ടുകാരെ, എന്തിനാ അടികൂടുന്നത്? നിങ്ങൾ എന്തിനാ ഇങ്ങനെ അടികൂടുന്നതെന്ന് പറയാമോ? കുറുക്ക, നിങ്ങൾ തന്നെ ഇതിനൊരു തീർപ്പ് പറയാമോ? ഈ വാഴപ്പഴം ആദ്യം കണ്ടത് ഞാനാണ്. അപ്പോൾ ഇത് എനിക്കല്ലേ സ്വന്തം? അതെങ്ങനെ സ്വന്തമാകും? ആദ്യം ഈ വാഴപ്പഴം കണ്ടത് ഞാനല്ലേ, അതുകൊണ്ട് എനിക്കാണിത് സ്വന്തം. നിങ്ങൾ തന്നെ പറയൂ, ഇത് എനിക്കല്ലേ സ്വന്തം? നിങ്ങളുടെ രണ്ടുപേരുടെ ഈ അടി കാരണം ഈ വാഴപ്പഴം വേറെ ആരെങ്കിലും കഴിക്കുന്ന എനിക്ക് തോന്നുന്നത്. അതാണ് ശരി. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം കുറുക്ക? ഞാൻ ഇതിനൊരു തീർപ്പ് പറയാം. എന്താ, നിങ്ങൾ അതിന് ഓക്കെ ആണോ? ശരി, നിങ്ങൾ എന്തു പറഞ്ഞാലും ഞങ്ങൾ അത് അനുസരിക്കാം. എന്താ? ശരി, ഞാൻ എന്ത് തീർപ്പാണ് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ വാഴപ്പഴത്തിനെ രണ്ടായി മുറിച്ച് രണ്ടുപേരും പപ്പാതി എടുത്തോളൂ. എന്താ, ശരിയല്ലേ? ഇങ്ങനെ പറഞ്ഞ് ആ നരി വാഴപ്പഴം വാങ്ങി രണ്ടായി മുറിച്ചു. ഇപ്പോൾ വാഴപ്പഴം രണ്ടായി മുറിഞ്ഞപ്പോൾ അതിലൊരു കഷ്ണം അല്പം വലുതായിപ്പോയി. ഇവിടെ നോക്കൂ, രണ്ടുപേർക്കും പപ്പാതി കിട്ടണമല്ലോ. എന്നാൽ ഇത് നോക്ക്, ഇത് കുറച്ച് വലുതാണ്. അതുകൊണ്ട് ഇതിൽ കുറച്ചുകൂടെ എടുത്താൽ ഇത് കറക്റ്റ് ആവും. വാഴപ്പഴം തുല്യമാക്കുന്നു എന്ന കാപ്പട്യത്തോടെ വലിയ പഴത്തിൽ നിന്നും ഒരു തുണ്ട് മുറിച്ചു മാറ്റി. കുരങ്ങന്മാർക്ക് ആ തന്ത്രം മനസ്സിലായില്ല. ഇതാ നോക്ക്, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതുപോലെ ഞാൻ എന്ത് തീർപ്പ് പറഞ്ഞാലും അത് സമ്മതിക്കുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞിരുന്നത്? അതെ അതെ, ഞാനും ഇത് സമ്മതിക്കുന്നു. ശരി, ഈ മിച്ചം വന്ന ബാക്കി പഴം ഞാൻ കഴിക്കാം. ഇപ്പോൾ ഇതിനെ രണ്ടിനെയും സമാനമാക്കി ഞാൻ നിങ്ങൾക്ക് നൽകാം. വീണ്ടും നരി രണ്ട് തുണ്ടുകളും ഒരുമിച്ച് വെച്ച് നോക്കിയപ്പോൾ ഒരു തുണ്ട് വലുതായിപ്പോയി. വീണ്ടും നരി ആ വലിയ തുണ്ടിൽ നിന്നും ഒരു കഷ്ണം മുറിച്ചു മാറ്റി. ഇങ്ങനെ തുല്യമാക്കി തരാമെന്ന് പറഞ്ഞ് നരി എല്ലാ പഴവും തന്റെ കൈക്കലാക്കി. രണ്ട് കുരങ്ങന്മാരും കൗതുകത്തോടെ നോക്കി നിന്നു. എന്നാൽ ആ നരി എല്ലാം വിഴുങ്ങിയ ശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. നിനക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. രണ്ടുപേരുടെയും അടി മൂന്നാമത്തെ ആൾക്ക് ഉപകാരമായി. നമ്മൾ ഇനിമേലിൽ അടിയെ കൂടാൻ പാടില്ല. അതെ, നമ്മളിനി ഒരുമയോടുകൂടി കഴിക്കണം. അതെ, നീ പറയുന്നത് ശരിയാണ്. എന്നാൽ ആ നരിയെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാം? നമുക്കിത് ഗബ്ബറിനോടും മിക്കിയോടും പറയാം. പിന്നീട് രണ്ട് കുരങ്ങന്മാരും ഗബ്ബറിനോടും മിക്കിയോടും ഈ സംഭവിച്ച കാര്യങ്ങൾ വ്യക്തമാക്കി. മിക്കി, ആ നരി ഇവർ രണ്ടുപേരെ മണ്ടന്മാരാക്കിയിരിക്കുക, കണ്ടില്ലേ? അതുകൊണ്ട് മിക്കി, നീ തന്നെ പറയൂ, ആ നരിയെ എന്തു ചെയ്യണമെന്ന്. വേറെ എന്ത് ചെയ്യാനാ? മിക്കിയുടെ ബുദ്ധിയും ഗബ്ബറിന്റെ ആരോഗ്യവും അവനോട് കാണിക്കണം. അവനെ ഒരു നല്ല പാഠം പഠിപ്പിക്കാൻ എന്റെ ഈ കുഞ്ഞു തലയിൽ നല്ല ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. മിക്കി ഗബ്ബറിന്റെ കാതിൽ എന്തോ പറഞ്ഞു. ഈ ഐഡിയ കൊള്ളാം, എന്നാൽ അങ്ങനെ ഇന്ന് ചെയ്യാം. പിറ്റേ ദിവസം സമീപത്തുള്ള ആറ്റിൻകരയിൽ നരി വെള്ളം കുടിക്കാൻ പോയപ്പോൾ ഒരതിമനോഹരമായ ചുവന്ന സഞ്ചിയിൽ സ്വർണ്ണക്കട്ടി പോലെ എന്തോ കാണുകയുണ്ടായി. ആ സ്വർണ്ണക്കട്ടിയുള്ള ബാഗാണോ ആ കിടക്കുന്നത്? അതിമോഹത്തോടെ
നരി ആ സഞ്ചി കൈക്കലാക്കിയതും അവിടെ ഒരു ശബ്ദം കേട്ടു. നിൽക്കൂ, ഈ സ്വർണ്ണക്കട്ടിയുള്ള ബാഗ് ഞങ്ങളുടേതാണ്. എന്താണെന്നാൽ നിങ്ങൾക്ക് മുമ്പ് ഞങ്ങളാണിത് ആദ്യം കണ്ടത്. ഞങ്ങളിത് എടുക്കാൻ വരുന്നതിന് മുമ്പ് നിങ്ങളിത് എടുത്തു കഴിഞ്ഞു. ഞങ്ങളല്ലേ ഇത് ആദ്യം കണ്ടത്, പിന്നെ നിങ്ങൾ എന്തിനാ ഇത് എടുത്തത്? ഇനി പറയൂ, ഇത് നിങ്ങൾക്ക് സ്വന്തമാണോ അതോ ഞങ്ങൾക്ക് സ്വന്തമാണോ? ഇതിനുള്ള തീർപ്പ് ആരാണ് പറയുന്നത്? അപ്പോൾ അവിടെ ഗബ്ബറും മിക്കിയും വരികയുണ്ടായി. ഇതിന് വിധി പറയുന്നത് നമ്മുടെ സിംഹമാണ്, അതായത് നമ്മുടെ ഗബ്ബർ തന്നെ. എനിക്കിപ്പോൾ ഒരു ത്രാസ് വേണം. ഗബ്ബർ ആ സഞ്ചിയിലുണ്ടായിരുന്ന സ്വർണമെടുത്ത് ത്രാസിൽ വെച്ചു. നരിക്കപ്പോൾ ഒന്നും തന്നെ പറയാൻ കഴിഞ്ഞതേയില്ല. ത്രാസിന്റെ ഇരുഭാഗങ്ങളിലും സ്വർണം വെച്ചിട്ടുണ്ടായിരുന്നു. ഏതു ഭാഗമാണോ താഴ്ന്നിട്ടുള്ളത് അതിൽ നിന്നും കുറച്ച് സ്വർണമെടുത്ത് തൻ്റെ പക്കൽ വെച്ചു. വീണ്ടും സ്വർണം തൂക്കാൻ തുടങ്ങി. ഏതു ഭാഗത്താണോ സ്വർണം കൂടുതലായുള്ളത് അതിൽ നിന്നും കുറേശ്ശെ സ്വർണം ഗബ്ബർ തൻ്റെ ഭാഗത്തേക്ക് വെക്കാൻ തുടങ്ങി. ഇത് പലതവണ ആവർത്തിച്ച് എല്ലാ സ്വർണവും ഗബ്ബർ തൻ്റെ വശത്തേക്ക് എടുത്തു വെച്ചു. ഇത് കണ്ടപ്പോൾ നരിക്കെല്ലാം മനസ്സിലായി. ഓ, അങ്ങനെയാണല്ലേ. എന്റെ പ്ലാൻ എന്നോട് തന്നെ കാണിക്കുന്നു. ഞാൻ നിനക്ക് കാണിച്ചു തരാം സിംഹമേ. നീ എന്നെ പറ്റിക്കാൻ നോക്കിയതിനുള്ള ശിക്ഷ നിനക്കുടൻ തന്നെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ പറഞ്ഞിട്ട് നരി അവിടെ നിന്നും വേഗത്തിൽ നടന്നു മറഞ്ഞു. അടുത്ത ദിവസം വേട്ടക്കാർ കാട്ടിലേക്കെത്തി. നരി വേട്ടക്കാരുടെ സമീപമെത്തി. വേട്ടക്കാരന്മാർക്ക് നമസ്കാരം. കൊള്ളാമല്ലോ, കണ്ടില്ലേ ഈ നരിയെ? സ്വയം വന്ന് വേട്ടക്കാർക്ക് അഭിവാദ്യം പറഞ്ഞ് അവൻ കുടുക്കിലായി. അവനെ പിടിക്കേ. എന്നെ പിടിക്കാൻ നോക്കിയത് കൊണ്ട് നിങ്ങൾക്കൊന്നും വലുതായിട്ട് കിട്ടാൻ പോകുന്നില്ല. ഞാൻ നിങ്ങൾക്ക് സിംഹത്തിനെ പിടിച്ചു തരാം. അങ്ങനെയോ? സിംഹത്തെ ഞങ്ങൾക്ക് പിടിച്ചു തരുന്നതുകൊണ്ട് നിനക്കെന്താ പ്രയോജനം? പ്രതികാരം തീർക്കും. എൻ്റെ അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ, അമ്മൂമ്മ എല്ലാവരുടെയും പ്രതികാരം തീർക്കണം. അങ്ങനെ എൻ്റെ പ്രതികാരവും തീർക്കണം. ഇത്രയും നാൾ എൻ്റെ അച്ഛൻ, അമ്മ, മാമൻ, മാമി എല്ലാവരെയും കൊന്നു ആ സിംഹം. അത് തീർക്കുന്നത് എനിക്ക് സന്തോഷമല്ലേ? അങ്ങനെയാണോ? ശരി, എന്തിനാ വെറുതെ സമയം കളയുന്നത്? ഇതാ സിംഹം ഉറങ്ങുന്ന സമയമാണ്. ഞാൻ നിങ്ങളെ അതിൻ്റെ ഗുഹയിലേക്ക് കൊണ്ടുപോകാം. ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഈ കാര്യങ്ങളെല്ലാം മരത്തിന്റെ മുകളിലിരുന്ന കുരങ്ങ് കേൾക്കുകയുണ്ടായി. സിംഹത്തെ പെടുത്താൻ പ്ലാൻ ചെയ്യുവാണല്ലേ? ഈ ഗുഹയിലാണ് എന്റെ ശത്രു താമസിക്കുന്നത്. ആ രണ്ട് കുരങ്ങന്മാരും ഗബ്ബറിനടുത്തെത്തി വരാൻ പോകുന്ന ആപത്തിനെ കുറിച്ച് സൂചന നൽകി. കൂടാതെ ഗബ്ബറിനെ ചെടികൾക്കിടയിൽ ഒളിപ്പിച്ചും വച്ചു. ദാ നോക്ക്, എങ്ങനെയും നമ്മൾ ആ ഗബ്ബറിനെ പിടിച്ചിരിക്കണം. ചെടിക്കിടയിൽ ഒളിച്ചിരുന്ന ഗബ്ബർ അപ്പോഴാണ് വേട്ടക്കാരെ കണ്ടത്. അവന് നന്നായി മനസ്സിലായി, ഈ വേട്ടക്കാരന്മാരാണ് എൻ്റെ അച്ഛനമ്മമാരെ ഈ കാട്ടിൽ നിന്നും വലിച്ചിടിച്ച് കൊണ്ടുപോയത്. എന്റെ അച്ഛനും അമ്മേനെയും കൊന്നത് നിങ്ങളല്ലേ? ഇന്ന് നിങ്ങളെ ഞാൻ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ആ വേട്ടക്കാരന്മാർ ഗബ്ബറിന്റെ ഗുഹയിലേക്ക് കടന്നതും കാട്ടിലുണ്ടായിരുന്ന എല്ലാ മൃഗങ്ങളും ഗുഹയ്ക്ക് ചുറ്റും കൂടി. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വാണിംഗ് തരുന്നു വേട്ടക്കാരെ, നിങ്ങൾ പെട്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഓടിപ്പോകാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അസ്ഥിക്കുടം പോലും ഇവിടെ നിന്ന് പുറത്തു പോകില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിബന്ധനകൾ. ഞാൻ നിങ്ങൾക്ക് കുറച്ച് നിബന്ധനകൾ തരാൻ പോവുകയാണ്. എന്ത് നിബന്ധന? ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എന്റെ അച്ഛനെയും അമ്മയെയും നിങ്ങൾ ഈ കാട്ടിൽ നിന്ന് കൊണ്ടുപോയി. ഇപ്പോൾ അവരെ എനിക്ക് തിരികെ തരണം. അതെ, അപ്പോഴേ നിങ്ങൾക്ക് ഈ കാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റൂ. പിന്നെ കണ്ടീഷൻ നമ്പർ 2, നിങ്ങൾ ഈ കാട്ടിൽ നിന്നും വെറും കൈയോടെ പോകണ്ട. നിങ്ങളുടെ കൂടെ തന്നെ ഒരു പ്രയോജനമില്ലാത്ത ഈ നരിയെ കൂടെ കൊണ്ടുപോയിക്കോ. ഞങ്ങൾ ഈ കണ്ടീഷന് സമ്മതമാണ്. അപ്പോൾ ചെടികൾക്കിടയിൽ ഒളിച്ചിരുന്ന നരി സാവധാനം പുറത്തു വന്നു. എന്നോട് ക്ഷമിക്കണം സിംഹമേ, ഞാൻ ഒരു വലിയ തെറ്റാണ് ചെയ്തത്. മാപ്പോ? അത് നിനക്കോ? ഒരിക്കലുമില്ല. നിന്നെ കണ്ട് ഈ കാട്ടിലുള്ള എല്ലാ നരിയും ചീത്തയാവും. ബാലിച്ചേട്ടാ, ഞാൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. എന്നാൽ ഞാൻ ചെയ്ത തെറ്റുകൊണ്ടല്ലേ സിംഹത്തിന് അച്ഛനും അമ്മേനെയും തിരികെ കിട്ടുന്നത്. ഈ സന്തോഷം കാരണമെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ? ആ, കുറുക്കൻ പറഞ്ഞത് ശരി തന്നെയാണ്. അവൻ കാരണം തന്നെയല്ലേ അച്ഛനും അമ്മേനെയും തിരികെ കിട്ടുന്നത്.
നരീനെ നമ്മൾ എന്ത് ചെയ്യണം? വെറുതെ വിടണോ? അതേ കുഴിയിനകത്താക്കണോ? വിട്ടേക്കാമെന്ന് ആലോചിക്കുന്നു. എന്നാൽ ഒരു കാര്യം ഓർത്തോ, ഇനി എപ്പോഴെങ്കിലും നീ ഇതുപോലുള്ള തെമ്മാടിത്തരം കാണിക്കാമെന്ന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിന്നെ ഞാൻ കടിച്ചു തിന്നുകളയും. ആ വേട്ടക്കാരൻ ഫോൺ ചെയ്ത് സർക്കസുകാർക്ക് വിറ്റിരുന്ന ഗബ്ബറിന്റെ അച്ഛനെയും അമ്മയെയും ഇവിടെ കൊണ്ടുവന്ന് തുറന്നു വിടാൻ പറഞ്ഞു. സിംഹം പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. ഇപ്പോൾ വേട്ടക്കാരന്മാർ ജീവൻ രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതി ആശ്വാസത്തോടെ രക്ഷപ്പെട്ടു. വർഷങ്ങൾക്ക് ശേഷം ഗബ്ബർ തന്റെ അച്ഛനെയും അമ്മയും കണ്ട സന്തോഷത്തിലായിരുന്നു. കാട് മുഴുവൻ ഇപ്പോൾ ആഘോഷത്തിലായി. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.